ഹലോ, കുറേ നാളുകളായിട്ട് ചെറിയ മത്തി മാത്രമേ കിട്ടാനുള്ളൂ. എന്തായാലും ഇത്തവണ മത്തിയുടെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ മത്തിയൊക്കെ വരാൻ തുടങ്ങിയിട്ടോ. മത്തിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ മത്തിയുടെ മുട്ട അല്ലെങ്കിൽ പലഞ്ഞി എന്ന് പറഞ്ഞാൽ. ഇതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ മുട്ട ഇങ്ങനെ ചുമ്മാ ഫ്രൈ ആക്കി എടുക്കും, അല്ലെങ്കിൽ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ഒരു എന്താ പറയുക തോരൻ പോലെ ഉണ്ടാക്കിയെടുക്കും. ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ വിചാരിച്ചു മത്തീൻ്റെ മുട്ട കൊണ്ട് അട ഉണ്ടാക്കിയാലോ. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും പിന്നെ നമ്മുടെ പൊടികളും എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അതിനെ എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ മുട്ടയൊക്കെ നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കണം കേട്ടോ. ഒരു വഴുവഴുപ്പുണ്ട്, പിടിക്കാൻ പാടാണ്, എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലൊരു വാഴയില എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും തടവി ഇതിനെ നന്നായിട്ട് അടയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പരത്തൂലേ അതേപോലെ സംഭവം സെറ്റാക്കി പരത്തി വെക്കണം. എന്നിട്ട് നേരെ മടക്കിയെടുക്കുക. പക്ഷേ മടക്കിയപ്പോൾ ഇങ്ങോട്ട് വിട്ട് പോരുന്നുണ്ടായിരുന്നു. സാരില്ല, ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി മടക്കിയിട്ട്. എന്നിട്ട് ഒരു പാത്രം എടുക്കുക. ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വേറൊന്നും കൊണ്ടല്ല, ചട്ടിയിലാകുമ്പോഴത്തേക്കിനും അടിയിൽ പിടിക്കത്തില്ല. ഞാൻ അപ്പോൾ ഒരു പഴയ ഫ്രൈ പാനിലാണ് കേട്ടോ എടുത്ത് വെച്ച് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ചട്ടിക്കകത്ത് വെള്ളം കൂടെ എടുത്ത് വെച്ചു. കാരണം നന്നായിട്ട് പ്രസ്സായിട്ടിരുന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വെന്ത് പാകത്തിനായിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ. അടയൊക്കെ പോലെയുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ടേസ്റ്റ് വൈസും കൊള്ളാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.